ഹായ് ഗൈസ്, കുറച്ച് ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓലയുടെ സസ്പെൻഷൻ ഓടിയുന്നതിനെ പറ്റിയിട്ടാണ്. തൃശ്ശൂർ 2 ഇഷ്യൂസ് അടുപ്പിച്ച് 2 ദിവസങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലായിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാരണം തന്നെ ഓല യൂസ് ചെയ്യുന്നവരാണെങ്കിലും ബുക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിലും വളരെ കൺസേൺഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. എന്നാൽ ഇന്ന് അവർക്ക് എല്ലാവർക്കും ആശ്വാസമായിക്കൊണ്ട് ഓലയുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അതായത് ഓല യൂസ് ചെയ്യുന്ന എസ്പെഷ്യലി പഴയ മോഡൽ സസ്പെൻഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷനുമായിട്ടാണ് ഓല വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഫ്രണ്ട് ഫോർക്ക് റീപ്ലേസ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറയുമ്പോൾ പലരും അത് ഡ്യുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷനായിട്ട് മാറുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. മോണോ ഷോക്ക് തന്നെ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചെറിയൊരു ജോയിൻ്റ് കൂടെ അതിൻ്റെ കൂടെ അവർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഓൾറെഡി ഇറങ്ങുന്ന പുതിയ വണ്ടികൾ ഈ ഒരു സസ്പെൻഷനിലാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നത് ഓൾഡ് ഓണേഴ്സിനാണ്. പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അതിൽ ഓല ആക്ച്വലി അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഈതറിൻ്റെ 2 വണ്ടികൾ തീപിടിച്ച 2 ഇൻസിഡൻസിൽ ഈതർ അവരുടെ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്തിരുന്നു. ഇത് ആക്ച്വലി ഓലയുടെ ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഒരു ഫ്ലോ ആണ്. ബേസിക്കലി ഡിസൈൻ ഫ്ലോ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. പക്ഷേ അത് അവരെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ല ആ ഒരു ഒഫീഷ്യൽ പ്രസ് റിലീസ് നടത്തിയിരിക്കുന്നത്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ സിറ്റുവേഷനുകൾ പലതും ശ്രദ്ധിക്കപ്പെട്ടു, ഇത് പലർക്കും കൺസേൺ ആയിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് അവർ ഫ്രണ്ട് ഫോർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓല അവരുടെ തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് അപ്പോളജി പറയണം എന്ന് ഞാൻ പറയില്ല, എന്നാലും അവരുടെ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. അതവർ ചെയ്തില്ല. എന്നിരുന്നാലും അത് പോട്ടെ. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും, അതായത് താല്പര്യമുള്ള എല്ലാവർക്കും ഫ്രീ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുമെന്നാണ് ഓല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അത് അപ്പോയിൻമെൻറ്റ് ബേസിസിലാണ് കൊടുക്കുക. ഈ അപ്പോയിൻമെൻറ്റിന് ബുക്ക് ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 22 മുതലാണ്. ഇത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി വഴിയെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് ഓല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓല ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ മെസ്സേജസ് അതുപോലെ തന്നെ ഇമെയിൽ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മാർച്ച് 22 ശേഷമാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പോയിട്ട് ഈ ഫ്രണ്ട് ഫോർക്ക് റീപ്ലേസ്മെൻറ്റ് വാങ്ങിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇപ്പോൾ സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാലും അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്ന് തന്നെ കരുതുക. എത്ര നാളെടുക്കും ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്ക് അറിയില്ല. കാരണം ഒരുപാട് വണ്ടികൾ വിറ്റിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും റീപ്ലേസ്മെൻറ്റ് കൊടുത്തു വരുമ്പോൾ എത്ര നാളെടുക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് യാതൊരു അറിവില്ല. ഇത്രയാണ് ഇതുവരെ ഓല റിലീസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഇത് പലരും ചോദിക്കുന്നുണ്ട്, ഇവർ അനൗൺസ് ചെയ്ത പോലെ സെൻട്രൽ സ്റ്റാൻഡും പിലിയൻ ഫുഡ് ട്രസ്റ്റൊക്കെ പോലെ തന്നെ നീണ്ട് പോകുന്നു പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നീണ്ടുപോകാൻ പാടുള്ളൊരു കാര്യമല്ല. കാരണം ഇതൊരു എമർജൻസി ആയിട്ട് ഫിക്സ് ചെയ്യേണ്ട ഒരു ഫ്ലോയാണ്. പലരും ബുദ്ധിമുട്ടുന്നുണ്ട്, പലർക്കും പരിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഓല എന്തുകൊണ്ടാണെങ്കിലും എമർജൻസി ആയിട്ട് ഫിക്സ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നീട്ടിക്കൊണ്ട് പോകാൻ അവർക്ക് യാതൊരു രീതിയിലുള്ള അവകാശവും ഇല്ല. കസ്റ്റമേഴ്സ് റീപ്ലേസ്മെൻറ്റ് അർഹിക്കുന്നുണ്ട്. ആക്ച്വലി കുറച്ച് ലേറ്റായി പോയി എന്ന് നമുക്ക് പറയാം. കാരണം കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസുകളൊന്നും കാര്യമായിട്ട് ഇല്ല എങ്കിലും ഇത് ആക്സിഡൻറ്റ് കേസിലല്ല ഒടിഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതോടുകൂടിയാണ് ഓല ഈ ഒരു സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും വൈസായിട്ടുള്ളൊരു ഡിസിഷൻ, അല്ലെങ്കിൽ ഓലയുടെ മുമ്പിലുള്ള ഒറ്റൊരു ഡിസിഷനാണ്. കാരണം ഇനിയും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒരുപാട് ചീത്തപ്പേരാകുമായിരുന്നു. എന്നാലും ഓല റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെ എടുത്തു, റീപ്ലേസ്മെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മോണോ ഷോക്ക് തന്നെ നമ്മുടെ ആ ഒരു ഫോർക്കിൽ ആ ഒരു ബ്ലാക്ക് പോർഷൻ, ആ ഒരു കാസ്റ്റ് അയൺ പോർഷൻ വരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു സപ്പോർട്ട് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒടിഞ്ഞേക്കുന്ന വണ്ടികളെല്ലാം പഴയ മോഡൽ സസ്പെൻഷൻ യൂസ് ചെയ്ത വണ്ടികളാണ് എന്നാണ് അറിഞ്ഞത്. നമ്മൾ ഈ ഒരു സപ്പോർട്ട് വരുന്നതോടുകൂടെ കുറച്ചുകൂടെ നല്ല ഫോഴ്സ് താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഫോർക്ക് എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ ഓല റെക്കമെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്കൊന്ന് രണ്ടാമത് ആലോചിക്കണം എന്നുള്ളത്. നമുക്ക് എന്തായാലും പുതിയ മോണോഷോക്ക് യൂസ് ചെയ്യുന്നവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അത് റിസ്യൂം ചെയ്യാം. ഇന്നും പലരും ഫോൺ വിളിച്ചപ്പോഴും ഞാൻ ഓലയുടെ ഈ ഒരു കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ തൽക്കാലം റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഈ ഒരു ഇഷ്യൂ കാരണമാണ്.
എന്നിരുന്നാലും ഒരുപാട് ഓല ഓണേഴ്സിന് ആശ്വാസം കൊടുക്കുന്ന ഒരു ഡിസിഷനാണ് ഓലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുന്നത്. വേറെ പ്രത്യേകിച്ച് എന്താണ് പറയാനുള്ളത് എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കാരണം ഞാൻ എന്തൊക്കെയോ പറയണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ എന്താ പറയുക, ഓല ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല S1 Pro എന്ന് പറഞ്ഞ മോഡൽ തന്നെ വേണമെങ്കിൽ അവർക്ക് പയ്യെ അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ട് ചെറിയൊരു ഡ്യുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷനൊക്കെ ആക്കിയിട്ട് S2 എന്നൊക്കെ പറഞ്ഞ് S2 എന്ന് പറഞ്ഞൊരു വണ്ടി വരാൻ പോകുന്നു എന്ന് പറയുന്നത് അതുപോലെ ആക്കാം. കാരണം ഈ ഒരു മോണോഷോക്ക് ഇന്നും പലർക്കും കൺവിൻസിങ് അല്ല. ഈവൻ റിപ്ലേസ്മെൻറ്റ് കിട്ടിയാൽ പോലും എല്ലാവരുടെയും എന്താ പറയുക, ആ ഒരു ആശങ്ക കംപ്ലീറ്റ്ലി മാറുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും ഇതുവരെ ഈ ഒരു കൺസേൺ ഓല അഡ്രസ്സ് ചെയ്തു. പക്ഷേ ഇതും ഓല പറയാറുള്ളത് പോലെ ഇങ്ങനെ നീണ്ടു പോകുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് അറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എല്ലാവരും വളരെ ഈഗറായിട്ട് കാത്തിരിക്കുകയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഇമെയിലോ മെസ്സേജോ ഒന്നും പലരും ചെക്ക് ചെയ്യുക പോലും ഉണ്ടാവില്ല. പലരും ചിലപ്പോൾ ഈ ഒരു സംഭവം അറിഞ്ഞു പോലും ഉണ്ടാവില്ല, സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തവർ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ അവരുടെ അടുത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓല ഓണേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഇത് മാക്സിമം ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഈ ഒരു ബെനിഫിറ്റ് കിട്ടട്ടെ. എല്ലാവർക്കും റീപ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യാതൊരു കുഴപ്പമില്ലാതെ ഇനി എല്ലാവരും ഏത് വണ്ടിയാണെങ്കിലും കൊണ്ട് നടക്കട്ടെ എന്ന് എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പലരും ആക്ഷേപം നടത്തുന്നുണ്ട്. അതായത് ഓല അവരുടെ മിസ്റ്റേക്ക് ഇപ്പോഴും പറഞ്ഞില്ല, ഒരു ഡിഫെൻസീവ് മോഡിലാണ് ഓല ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു പരിധി വരെ ശരിയാണ്. പേഴ്സണലി ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഓല അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും അൾട്ടിമേറ്റ്ലി കസ്റ്റമേഴ്സിന് വേണ്ട ഒരു ആവശ്യം നിറവേറും എന്നുള്ളൊരു ഇതിൽ നമുക്കത് ടോളറേറ്റ് ചെയ്യാം. കാരണം ഇന്നലെ നമ്മൾ ആക്സിഡൻ്റ് ആയ ആ ഒരു കസ്റ്റമറെ വിളിച്ചപ്പോഴും പുള്ളിയും പറഞ്ഞതൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സിനും റീപ്ലേസ്മെൻറ്റ് കമ്പനി റീകോൾ ചെയ്തിട്ട് കൊടുക്കണം എന്നുള്ളതായിരുന്നു. ഇത് ആക്ച്വലി മാൻഡേറ്ററി ആയിട്ടല്ല ഓല പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാവരും ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കും എന്നൊന്നും ഓല പറഞ്ഞിട്ടില്ല. താല്പര്യത്തോടുകൂടെ വരുന്നവർ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുമെന്നാണ്. അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ മാർച്ച് 22 കഴിയുമ്പോൾ അപ്പോയിൻമെൻറ്റിനുള്ള വിൻഡോ ഓപ്പൺ ആകുമ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സസ്പെൻഷൻസ് റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കാം. അതുവരെ പഴയ സസ്പെൻഷനുള്ള വണ്ടി യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കഴിവതും കുറച്ച് സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. വണ്ടി 2 പേരെയൊന്നും വെച്ചുകൊണ്ട് കുഴികളിലോട്ടൊന്നും ഹൈ സ്പീഡിലേക്കൊന്നും വന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ സംഭവിക്കുമെന്നല്ല പറയുന്നത്, സംഭവിക്കാം. അതുവരെ നിങ്ങൾ എന്തായാലും കുറച്ച് കെയർ ചെയ്ത് സെൻസിബിളായിട്ട് വണ്ടി ഓടിക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ഓല ഓണേഴ്സ് ആണെങ്കിലും ഓല ഗ്രൂപ്പിലൂടെയാണ്, മറ്റ് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഏതൊരു ഓണേഴ്സ് ആണെങ്കിലും ഈ ട്വിറ്ററിലൊക്കെ കൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് ഇത് ഭവേഷ് അഗർവാളുടെയും ഓല ടീമിൻ്റെയൊക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഇച്ചിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിൽ ഞാനും സന്തോഷവാനാണ്. അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഓല കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ തരികയാണ്. അപ്പോൾ ഇനിയും ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച വീഡിയോസായിട്ട് നമ്മൾ വരുന്നത് വരെ ബൈ.